ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 8ാം ക്ലാസ്സിലെ പാദവാർഷിക മൂല്യനിർണ്ണയം 2023-24 വർഷത്തെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ്. ഓരോ ചോദ്യത്തിനും 2 സ്കോർ വീതമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. വെറുതെ മറ്റുള്ള ക്വസ്റ്റ്യനുമേ ഇരുന്നിട്ട് സമയം പോവാതെ നോക്കുക. ഇവിടെ ഒന്നാമത്തേത്, ചിത്രത്തിൽ പി ക്യു ഈക്വൽ ടു പി ആർ, കോൺ ക്യു ഈക്വൽ ടു 40 ഡിഗ്രി. ഇത്രയുമാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആദ്യം എന്താണോ തന്നതെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ പി ക്യു എന്ന് പറയുന്നതും പി ആർ എന്ന് പറയുന്നതും തുല്യമായ വശങ്ങളാണ്. നമുക്കറിയാം തുല്യമായ വശങ്ങളുടെ എതിർകോണുകൾ എന്ന് പറയുന്നതും തുല്യമായിരിക്കും. അഥവാ ഇവിടെ ക്യൂ എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെങ്കിൽ അതിന് നേരെ എതിരെയുള്ള കോൺ ആർ എന്ന് പറയുന്നതും തുല്യമായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം കോൺ ആർ എത്ര എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 40 ആയതുകൊണ്ട് ഇവിടെ എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും. അവിടെ ആൻസർ എന്ന് പറയുന്നത് 40 ഡിഗ്രി. ഓക്കെ. പിന്നെ അടുത്തത് കോൺ പി കണ്ടുപിടിക്കാനാണ്, അഥവാ ഈ കോണ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഒരു ത്രികോണമാണെങ്കിൽ അതിൻ്റെ ആകെ തുക, അഥവാ ഈ കോണും മൊത്തം കോണുകൾ കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 180 ഡിഗ്രി എന്ന് ഉത്തരം കിട്ടണം. അപ്പോൾ ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, ഇത് 40 ആണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇത് 40 ആണ്, ഇതും 40 ആണ്. അഥവാ 40 + 40 എന്ന് പറയുന്നത് 80 ആണ്. അപ്പോൾ ആകെ ഇത് മൊത്തം എന്ന് പറയുന്നത് 180 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ 80 ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 180 - 80 ചെയ്യാം. അപ്പോൾ എത്രയാണ്? 100. അപ്പോൾ ഇവിടെ ഈ കോൺ പി എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അപ്പോൾ 100 + 40 140 + 40 180, അങ്ങനെ 180 എന്ന് കിട്ടും. അപ്പോൾ കോൺ പി കണ്ടുപിടിക്കാൻ പറഞ്ഞെടുത്ത് നമുക്ക് 100 ഡിഗ്രി എന്ന് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരും. വളരെ സിമ്പിളാണ്. നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കൺസെപ്റ്റൊക്കെ, എന്നിട്ട് ആൻസർ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത് ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്താലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തടുത്ത 3 എണ്ണൽ സംഖ്യകളുടെ തുക 15 ആണ്. സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ആ എണ്ണൽ സംഖ്യയെ നമുക്ക് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ. അഥവാ 15 എന്ന് പറയുന്നത്, 15നെ നമുക്ക് എക്സ് എന്ന ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എക്സ് 15 ആണെങ്കിൽ ഈ അപ്പുറത്ത് കിടക്കുന്ന സംഖ്യ എന്ന് പറയുന്നത് x+1 ആണ് അല്ലേ? അതിന് മുന്നേയുള്ള സംഖ്യ എന്ന് പറയുന്നത് x-1 ആണ്. അഥവാ x-1 x+1 x+1 = 15 അല്ലേ? അപ്പോൾ ഇത് 3 കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 15 എന്ന് ഉത്തരം കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? x-1 + x+1 = 15. ഇവിടെ ഈ ഒന്നും പോവും. എന്നിട്ട് നമുക്ക് 3x കിട്ടും. അഥവാ 3x = 15. ഇനി ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ x കണക്കാക്കും? x = 3/15. ഓക്കെ. അഥവാ ഇതിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നതാണ്. അപ്പോൾ എത്ര ആയിരിക്കും കൂട്ടുകാരെ ആൻസർ എന്ന് പറയുന്നത്? 5. അപ്പോൾ x എന്ന് പറയുന്നത് 5, x-1 എന്ന് പറയുന്നത് 4, x+1 എന്ന് പറയുന്നത് 6. അപ്പോൾ അടുത്തടുത്ത സംഖ്യകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 4, 5, 6. 3 സംഖ്യകൾ നമുക്ക് എടുത്തെടുത്തായിട്ട് കിട്ടും. ഓക്കെ. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യനും ക്ലിയർ ആയി. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. മൂന്നാമത്തേത്, ചുവടെ കൊടുത്തിരിക്കുന്ന ത്രികോണങ്ങളിൽ തുല്യമായ 2 ജോഡി കോണുകൾ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് അളവുകൾ നോക്കുക. ഇവിടെ 6 ആണ് അല്ലേ? XY എന്നുള്ള ഈ രേഖ 6 ആണ്. ഇവിടെ ഏതാണ്? PR എന്നുള്ള ഇതും 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണുകളൊക്കെയാണ്?
ഒരേ അളവിലുള്ളത്? ഇതിൻ്റെ എതിർ കോണുകൾ തുല്യമായിരിക്കും. അഥവാ ഇവിടെ കോൺ സെഡും ഇവിടെയുള്ളതിലെ കോൺ ക്യൂവും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ക്യൂ ആണ്, ഇത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടി, കോൺ സെഡ് ഈക്വൽ ടു കോൺ ക്യൂ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ നമുക്ക് വേറെ എണ്ണം കണ്ടെത്താം. ഇവിടെ ഏതാണുള്ളത്? 7. ഇവിടെ 7 ഉണ്ട്. എക്സ് സെഡ് എന്നുള്ളതും 7 ആണ്, ക്യൂ ആർ എന്നുള്ളതും 7 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് വൈ ആണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ ഇതും തുല്യമായിരിക്കും. അഥവാ കോൺ വൈ ഈക്വൽ ടു കോൺ ഏതായിരിക്കും? ക്യൂ അല്ല, സോറി, കോൺ പി അല്ലേ? ഇതാണ് തുല്യമായിട്ടുള്ളത്. അപ്പോൾ ഇതും തുല്യമായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതും തുല്യമാണ്. ഒരേ വശങ്ങളിലുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കോണുകൾ തുല്യമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് കോൺ സെഡ് ഈക്വൽ ടു കോൺ ക്യൂ, കോൺ വൈ ഈക്വൽ ടു കോൺ പി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 4 വശങ്ങളുടെ എണ്ണം 12 ഒരു ബഹുഭുജത്തിൻ്റെ കോണളവുകളുടെ തുക എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 4 വശങ്ങളും തുല്യമാണ്, അതിൻ്റെ കോണുകളുടെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ എങ്ങനെയാണ് കൂട്ടുകാരെ കോണിൻ്റെ അളവ് കണ്ടുപിടിക്കുക? നമുക്കൊരു ഇക്വേഷൻ അറിയാം അല്ലേ? ഏതായിരുന്നു? n-2 ഇൻറ്റു എത്രയാണ്? 180 എന്നുള്ളത് നമുക്ക് അറിയാം, 180 ഡിഗ്രി. അഥവാ ഇവിടെ എത്രയാണ്? 12 ആയാണ്, 12 ഭാഗങ്ങളുള്ള അഥവാ 12 ആയിട്ടുള്ള ഒരു ബഹുഭുജമാണ്. അപ്പോൾ 12 മൈനസ് 2 ഇൻറ്റു എത്രയാണ്? ഇൻറ്റു 180. ഇനി ഈ 180ൽ നിന്ന് 12 മൈനസ് 2 എന്ന് പറയുന്നത് 10. അഥവാ 10 ഇൻറ്റു 180 എത്രയായിരിക്കും? 1800 ഡിഗ്രി ആയിരിക്കും കോണുകളുടെ തുക എന്ന് പറയുന്നത്. ഇനി ഇതിപ്പോൾ 12 എണ്ണമായിട്ടുള്ള ബഹുഭുജമാണ്, 12 വശങ്ങളുള്ള ബഹുഭുജമാണ്. ഇനി 6 വശങ്ങളാണെങ്കിൽ നമ്മളിവിടെ 12 മാറ്റി 6 എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, അപ്പോൾ n-2 ഇൻറ്റു 180 ഡിഗ്രി, അതിൽ എത്ര വശങ്ങളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. മനസ്സിലായില്ലേ? ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. തന്നിരിക്കുന്ന ഷഡ്ഭുജത്തിൽ കോൺ എ ബി സി, കോൺ സി പി ജി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സമഷഡ്ഭുജമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കോണുകളും എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. അഥവാ എല്ലാ കോണുകളും എന്ന് പറഞ്ഞാൽ ഈ കോണ്, ഈ കോണ്, ഈ കോണ്, അത് ഇതിലെ എല്ലാ കോണുകളും ഈക്വൽ ആയിരിക്കും, തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ വശം, ഈ വശം, ഈ വശം, ഈ വശം, എല്ലാ വശങ്ങളും തുല്യമായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അതാണ് ഇതിലെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതിലെ ആകെ തുക നമ്മൾ ആദ്യം കണക്കാക്കണം. ആകെ കോണുകളുടെ അളവ് കണക്കാക്കിയിട്ടാണ് നമുക്ക് ഓരോ കോണും എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആകെ കോണ് എത്രയാണ്? ആകെ കോണ് നമ്മൾ നേരത്തെ കണ്ട അതേപോലെയുള്ള ഇക്വേഷൻസിലൂടെ നമുക്കിത് ചെയ്യാം. n-2 ഇൻറ്റു 180 180 ഡിഗ്രി. ഇവിടെ എത്ര വശങ്ങളാണുള്ളത്? 1 2 3 4 5 6. അപ്പോൾ എത്രയാണ്? 6 ആണല്ലോ. അപ്പോൾ n എന്ന് പറയുന്നത് 6 ആണ്. 6 ഇൻറ്റു 2 ഇൻറ്റു 180, 6 മൈനസ് 2. ഓക്കെ, 6 മൈനസ് 2. അപ്പോൾ എത്രയാണ്? 6 കുറക്കണം 2 എന്ന് പറയുന്നത് 4. 4 ഇൻറ്റു 180 ഈക്വൽ ടു എത്രയാണ്? 720. കൂട്ടുകാർ ചെയ്തു നോക്കുക. അപ്പോൾ 720 എന്ന് കിട്ടും. അപ്പോൾ 720 എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ മൊത്തം കോണുകളുടെ അളവാണ് 720 എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഒരു കോണിൻ്റെ അളവ് കണ്ടുപിടിക്കണം. ഒരു കോൺ എങ്ങനെ കണ്ടുപിടിക്കാം? 6 വശങ്ങളാണുള്ളത്. അപ്പോൾ 720 ഡിവൈഡഡ് ബൈ ഹരിക്കണം 6 അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ 6 എത്രയാണ്? 120 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടുത്തെ ഒരു കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 120 ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എന്ന് പറയുന്നത് 120 ഡിഗ്രി. ഓക്കെ, ഇനി ഇതൊന്ന് ഇറേസ് ചെയ്യുന്നുണ്ട്, കൂട്ടുകാരെ മനസ്സിലാക്കി വെച്ചില്ലേ? ഓക്കെ,
അപ്പോൾ ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി കോൺ എ ബി സി അഥവാ കോൺ എ ബി സി. ഈ കോണാണ് എത്രയാണ് 120 എന്ന് കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരം 120 ഡിഗ്രി. ഇനി കോൺ സി പി ജി അഥവാ ഈ കോൺ എത്രയാണ്, ഈ കോൺ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇത് ഇങ്ങനെ പോകുന്ന ഒരു നേർരേഖയാണ്. നേർരേഖയിൽ ഒരു കോൺ വരുമ്പോൾ ഇത് മൊത്തം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ 120 ആയതുകൊണ്ട് തന്നെ ഇത് മൊത്തം എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ കോൺ നമുക്ക് കാണണമെങ്കിൽ 180 മൈനസ് 120 എത്രയാണ്? നമുക്ക് ഉത്തരം കിട്ടും 60. അപ്പോൾ 60 ഡിഗ്രിയാണ്. അപ്പോൾ കോൺ സി പി ജി എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അടുത്ത ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇപ്പം തന്നെ 10 മിനിറ്റായി. നമ്മൾ ഓരോ ഭാഗങ്ങൾ നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.